സ്നോഫാളിൻ ഡേയ്സിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം മടുക്കും ചുറ്റിയോടും, എല്ലാ സ്പേസും വൃത്തിയായി, എല്ലായിടത്തും കണ്ണെത്തുന്ന എല്ലാ കോർണറിലും ആളുടെ ടച്ച് എത്തുന്ന ഒരു പേഴ്സൺ. ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റിഫ്ലക്ട് ചെയ്യുക, ആക്ടർ എന്ന കടമ ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സിനിമ കണ്ടവർക്ക് മനസ്സിലാത്ത ഒരു ബോക്സ് ആണ് ആ സിനിമ. വ്യക്തമായ ആ ബോക്സിന്റെ അകത്ത് കിടന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന, ഫീൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഇതിന് സൗണ്ട് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, നമ്മൾ റിയൽ ലൈഫിലെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ സംസാരിക്കാൻ മ്യൂസിക് ഇല്ലല്ലോ. അതെ അതെ, നമ്മുടെ അക്ഷയ് സണ്ണി, ഞാൻ ആശാദേവി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, തിയേറ്റർ പേഴ്സണാണ്, ഒരു ആക്ട്രസും കൂടിയാണ്. അതുകൊണ്ട് അക്ഷയ് സണ്ണി എന്ന് പറയുന്ന ആക്ടറിനെ പരിചയപ്പെടുത്താൻ എനിക്ക് വലിയ സന്തോഷമാണ് ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചറിയാനും. ഈ റിമെമ്പറിങ് സ്നോഫോളിംഗ് ഡേയ്സ് എന്നുള്ള സിനിമ ഞാൻ കണ്ടു. ഏകദേശം 1 മണിക്കൂറിൽ അല്പം അധികം കൂടി ഉണ്ടെന്ന് തോന്നുന്നു സിനിമ. അതെ, 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സണ്ണിയിലേക്ക് വരാം, അക്ഷയ് സണ്ണിയിലേക്ക് വരാം. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അക്ഷയ് സണ്ണി എങ്ങനെയാണ് ഈ ആക്ടറാകാൻ തീരുമാനിച്ചതും അക്ഷയ് സണ്ണി എങ്ങനെയാണ് അതിലേക്ക് വന്നതെന്നൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ആ ട്രാവലിനെ കുറിച്ച്? ഏകാഭിനയം എന്നുള്ളതാണ് സ്കൂൾ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഐറ്റം. അപ്പം അതിൽ 2013 കേരള സംസ്ഥാന തലത്തിൽ സമ്മാനം കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീൻ ആക്ടിങ്ങിലേക്കുള്ളൊരു, എങ്ങനെയാണ് സ്ക്രീൻ ആക്ടിങ് എന്ന് അറിയാനുള്ള താല്പര്യം. അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കല്ല പോയത്, എനിക്ക് എത്താവുന്ന ആളുകളിലേക്ക് പോയി ഞാനത് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 1 ഇയർ 2 ഇയർ കോഴ്സുകളെല്ലാം പേഴ്സണലായി ചെയ്തു. ജോൺസൺ ഡേവിസൺ പറഞ്ഞ മാസ്റ്ററുടെ അടുത്ത് കാർട്ടിൽ ഞങ്ങളുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അവസാനം എത്തിയിരിക്കുന്നത് ഇപ്പം മാം ആശാദേവി മാമിൻ്റെ അടുത്ത് വോയിസ് ട്രെയിനിങ്ങിൽ എത്തിയിരിക്കുന്നു. ആസ് ആൻ ആക്ടർ അതാണ് എൻ്റെ ട്രാവൽ. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയും റിമെമ്പറിങ് സ്നോഫാളിംഗ് ഡേയ്സ് തന്നെയാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ റിമെമ്പറിങ് സ്നോഫോൾ ഡേയ്സിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്? ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അതായത് അത് ഷോർട്ട് ഫിലിംസ് ആയിട്ടും തിയേറ്ററായിട്ടും അല്ലെങ്കിൽ സിനിമകൾ വളരെ ചെറിയ സ്പേസിലുമാണ്. ഞങ്ങൾ ഈ റിമെമ്പറിങ് സ്നോഫാളിംഗ് ഡേയ്സ് ടൈമായി സമീർ ബാബു എന്ന ഡയറക്ടർ സാറിൻ്റെ കൂടെ ഞങ്ങളൊരു പ്രീവിയസ് വർക്കും ഉണ്ട്, പ്രണയാനന്ദം. ഞങ്ങളത് ഐഫോണിൽ ഒരു 4 വർഷത്തോളമുള്ള ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഓൺ ആവുന്നതും ഞങ്ങൾ ഈ സിനിമയിലാണ്. അതിലും ലീഡാണ്, ഇതിലും ലീഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്നോഫോളിംഗ് ഡേയ്സ് കണ്ടപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളിതിനെ കാണുമ്പോൾ സാധാരണഗതിയിൽ ഞാനും അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കാണുന്ന കഥാപാത്രങ്ങളെ നമ്മൾ ചിലപ്പോൾ സ്വാംശീകരിക്കും. ഒരു കഥാപാത്രത്തിനെ കണ്ടു, അവരെങ്ങനെ കാര്യങ്ങളെ കാണുന്നത്, സംസാരിക്കുന്നതെന്നൊക്കെയുള്ള. അപ്പോൾ ഇതിന് അങ്ങനെ വല്ല തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നു? ഇതിന് ക്യാരക്ടർ അപ്രോച്ചിൽ ക്യാരക്ടറിൻ്റെതായ കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ആൾക്ക് ശബ്ദം എന്നുള്ള ഫാക്ടർ. ആള് ഡെഫ് ആൻഡ് മ്യൂട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇപ്പോൾ സൈൻ ലാംഗ്വേജ് അതിൻ്റെ ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ് എന്നുള്ളൊരു ഫാക്ടർ മേജറാണ് ഈ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ടൈം ചിലവഴിച്ചിരിക്കുന്ന ആൾ കിച്ചണിലാണ്. അപ്പോൾ ആൾ ഫുഡ് മേക്ക് ചെയ്യാനായിട്ട് ക്യാരക്ടറിന് ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ ആസ് എ പേഴ്സൺ ഭയങ്കര വീക്കാണ് അതിൽ, ലേസി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ക്യാരക്ടർ ഭയങ്കര ലേസിയാണ്. പക്ഷേ സ്നോഫാളിൻ ഡേയ്സിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം മടുക്കും ചുറ്റിയോടും, എല്ലാ സ്പേസും വൃത്തിയായി, എല്ലായിടത്തും കണ്ണെത്തുന്ന എല്ലാ കോർണറിലും ആളുടെ ടച്ച് എത്തുന്ന ഒരു പേഴ്സൺ. അതും പിന്നെ കൂടാതെ ആൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, ഈ മൂവിയിലും. അപ്പോൾ ഈ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് പ്രശ്നമായ സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ലേണിംഗ് ഉണ്ടായിരുന്നു. ഇത് ആ വ്യക്തിക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. ഇനി ആ വ്യക്തിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് ആ സ്പേസിലായിരുന്നു കൂടുതലും. ആ സ്പേസിൽ മുമ്പേ ഒന്നും വേണ്ടി വന്നില്ല. ഇല്ല, അതായത് അതിന് മുമ്പേ അക്ഷയ് സണ്ണി എന്നുള്ള വ്യക്തിയെ വളരെ റോ ആയിട്ട് എടുത്തിട്ട് ഡയറക്ടർ ഈ കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പം അതിലേക്ക് എത്താൻ ഷൂട്ടിംഗ് സമയവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറച്ച് സമയങ്ങളെ അക്ഷയ് സണ്ണിക്ക് വേണ്ടി വന്നുള്ളത്. അതെ അതെ, കാരണം ഇതൊരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റിഫ്ലക്ട് ചെയ്യുക, ആക്ടർ എന്ന കടമ ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ
ആ സിനിമ കണ്ടവർക്ക് മനസ്സിലായത് ഒരു ബോക്സാണ് ആ സിനിമ. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുക, ആ ബോക്സിൻ്റെ ഉള്ളിൽ നിൽക്കാൻ നേരത്ത്, ആ ക്യാരക്ടറിനെ ഫീൽ ചെയ്യാൻ നേരത്ത് ഒറ്റപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഇതിൽ സ്നേഹമാണ് ലിറ്ററലി സംസാരിക്കുന്ന സിനിമയോട്. ആ സ്നേഹം സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ ആ സ്നേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് ടുവേർഡ്സ് ലവ്, അദ്ദേഹത്തിൻ്റെ പെയർ ഈക്വലി ആ സ്പേസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യക്തമായ ആ ബോക്സിൻ്റെ അകത്ത് കിടന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ സിനിമ അത് തന്നെയാണ്. കൂടുതൽ എയർ വൈസ് ആയിട്ട് ഓരോ ദിവസവും ആണ് ഇത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആന്തരികമായിട്ട് സിനിമ പോകുന്നുണ്ട്. കഥാപാത്രം ഉള്ളിലേക്ക് തന്നെ ഭയങ്കര എക്സ്പോസ്ഡ് ക്യാരക്ടർ അല്ലല്ലോ, അതും ഒരു മുറിക്കകത്താണ്. പിന്നെ അയാൾക്ക് ഡേ ടു ഡേ ഒരു വർക്കുകളെല്ലാം മോണട്ടണസ് ആയിട്ട് നമുക്ക് തോന്നും. എല്ലാ ദിവസത്തെയും പണി ഒരുപോലെയാണ്. ആഹാരം മാത്രം ഉണ്ടാക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് കൊണ്ടുവരുന്ന രീതിയും വെക്കുന്ന രീതിയും എല്ലാം മോണട്ടണസ് ആണ്. പക്ഷേ ആദ്യത്തെ 10 മിനിറ്റിൽ ഈ കഥാപാത്രത്തിനെ കാണിച്ചത് തന്നെ ബ്ലറായിട്ടാണ്. ഒരു ക്ലിയർ പിക്ചർ ആളിനെ കുറിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഈ സൈൻ ലാംഗ്വേജ് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇവരുടെ ഇടയിൽ ഒരിടത്തും കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നില്ല. രണ്ടുപേരും ഒരു കൂരയ്ക്ക് കീഴെ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരത് തമ്മിൽ സംസാരിക്കുന്നില്ലല്ലോ, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പിന്നീട് അവസാനമാണ് അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നിടത്താണ്. പക്ഷേ അവിടെയും ഇയാൾ ഒരു ഡഫ് ആൻഡ് ഡംപ് ആണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഭയങ്കര പ്ലസൻ്റാണ് ക്യാരക്ടർ. ആ പ്ലസൻറ്റ്നെസ് എവിടെയോ ഇയാൾക്കിത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ അക്ഷയ് റിലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇയാളുടെ ഒരു ഫ്ലാഷ് ബാക്കിലെ ആളും പ്രസൻറ്റിൽ കാണിക്കുന്ന ആളും തമ്മിലുള്ള ഭയങ്കര അന്തരം, അങ്ങനെ വല്ലതും വർക്ക് ചെയ്യേണ്ടി വന്നു. അത് ഈ വ്യക്തിക്ക് ഈ ഒപ്പം ഷെയർ ചെയ്യുന്ന പേഴ്സൺ, അതായത് ഈ ത്രൂ ഔട്ട് ഈ സിനിമ 2 വ്യക്തികളെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളൂ. ആ വ്യക്തി എന്ന പേഴ്സണാണ് ഇദ്ദേഹത്തിൻ്റെ ലോകം മുഴുവൻ. അപ്പോൾ ആ ലോകം മാറുമ്പോഴാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഫീലിംഗ് ആക്ച്വലി അത് വേരി ചെയ്യുന്നത്. അവരടുത്തുള്ളപ്പോൾ, അവർ മാറുമ്പോൾ ആ വേൾഡ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഈ ക്യാരക്ടറിനെ ഫീൽ ചെയ്യുക ആ സ്പേസിൽ, ആ ഇടത്തിൽ, ആ ഷൂട്ടിംഗ് സെറ്റിൽ ഫീൽ ചെയ്യുന്ന അതാണ് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ സിനിമയിൽ ശരിക്കും ക്യാരക്ടർ സ്റ്റഡി. നേരത്തെ പറഞ്ഞായിട്ട് കണക്ട് ചെയ്ത് പറയാം, ക്യാരക്ടർ സ്റ്റഡി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ഇനി ബാക്ക് സ്റ്റോറി എടുക്കുമ്പോൾ ആൾ ഡെഫ് ആൻഡ് മ്യൂട്ടാണ്. പക്ഷെ ആൾ കംപ്ലീറ്റ്ലി ഒരു ഡെഫ് ആൻഡ് മ്യൂട്ട് കമ്മ്യൂണിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ അങ്ങനെയല്ല പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. അതെ. അപ്പൊ അതിന്റെ റീസൺ അയാൾക്ക് കേൾവി പതുക്കെ നഷ്ടപ്പെട്ടതാണ്. അയാൾക്ക് സൗണ്ട് എന്ന് പറഞ്ഞ ഫാക്ടർ പണ്ട് എപ്പോഴും ഫെമിലിയർ ആയിരുന്നു, ഇപ്പോൾ അല്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ ബേസിക്കലി ആ സെറ്റിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. സെറ്റിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രിപ്പറേഷനും സെറ്റിൽ നിന്ന് തന്നെ എല്ലാം എടുത്ത് സെറ്റിൽ തന്നെ അതിനെ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള പോലെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു അക്ഷയ് സണ്ണിയൊക്കെ ഒരു ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകളാണല്ലോ. ഇപ്പോൾ ഒരു 50കൾക്ക് മുകളിലുള്ള ആളുകളുടെ എല്ലാം ലൈഫിൽ ഈ അനാർക്കിസം എന്ന് പറഞ്ഞ സംഗതി പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ അടുക്കും ചിട്ടയുമുള്ള വീട്, ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്തൊരു വീട്ടിലേക്ക് ചെന്നാൽ വീട് തൂത്തുവാരി വീട്ടിൽ ഇവിടുത്തെ പെണ്ണിന് എന്തോ ജോലി എന്ന് ചോദിക്കും. പുരുഷനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ താമസിക്കുന്ന ഇടം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, കുറച്ചൊരു പ്രോഗ്രസീവ് കൺസെപ്റ്റ്. നമ്മൾ താമസിക്കുന്ന ഇടം വൃത്തിയാക്കി വെക്കാൻ പുരുഷനും സ്ത്രീക്കും ചുമതലയുണ്ടെന്നുള്ളതാണ്. അത് പെണ്ണായാലും ആണായാലും ചുമതലയുണ്ട്. പക്ഷേ ഇയാൾ കംപ്ലീറ്റ് സറണ്ടേർഡാണ് ഈ മനുഷ്യൻ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അവരുടെ റിലേഷനെ ഡിഫൈൻ ചെയ്യുമ്പം ഈ ഇൻഡിവിജ്വൽ എഫേർട്സ് ഉണ്ടല്ലോ, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന ഒരു എഫർട്ട്. അപ്പോൾ അതിൽ റെസ്പോൺസിബിലിറ്റി, കെയർ, അഫെക്ഷൻ, ഇമോഷണൽ ഡിപ്പെൻഡൻസ്. ഇയാൾക്ക് ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇയാളുടെ കെയർ കൊണ്ട് ആ ഇമോഷണൽ ഒരു സപ്പോർട്ട് മറ്റേ ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. അതങ്ങനെ തോന്നിയിരുന്നോ? ഇങ്ങനെ ഇത് നമ്മൾ ഇതിനകത്ത് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ട്. അതായത് പേഴ്സ്പെക്റ്റീവ്, അക്ഷയ് സണ്ണി അവതരിപ്പിച്ച ക്യാരക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ സ്റ്റോറി പറഞ്ഞു വന്നത്. നമ്മൾ ഈ സ്പേസിൽ കാണുന്നത്, അതായത് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ സ്റ്റോറി എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ആ ക്യാരക്ടർ എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ഇമോഷനും ഞാൻ ആ ക്യാരക്ടറിന് കൊടുക്കാൻ ഉദ്ദേശിച്ച ഇമോഷനും റിഫ്ലക്ഷനുമാണ് ശരിക്കും എൻ്റെ പടം. ഈ പറഞ്ഞതുപോലെ അപ്പുറത്തെ പേഴ്സ്പെക്റ്റീവ് സ്റ്റിൽ അത് എന്നിലൂടെ തന്നെ ഇപ്പോൾ ആളുകൾ കാണുന്നുള്ളൂ. ഒരുപക്ഷെ അവരുടെ സ്റ്റോറി പറയുമ്പോൾ അവരിലേക്കാണ് ക്യാമറ വെച്ച് അവരിലേക്കാണ് ഫ്രെയിം വെച്ചിരിക്കുന്നതെങ്കിൽ ഈ കണക്ഷൻ അവരുടെ കണക്ഷൻ ഭയങ്കര ഡീപ്പറായി അവിടെ കിടന്നതാണ്.
അപ്പോൾ എൻഡിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ആ ആൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അയാൾ ടച്ച് എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെ വരുന്നു എന്നുള്ളത് അതിൻ്റെ റീസൺ തന്നെയാണ്. ആ രണ്ട് പേര് ഒരുമിക്കുന്ന ആ മൊമെന്റ് ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുള്ളൂ. അതുവരെ എൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് കംപ്ലീറ്റ്ലി സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ആ പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് ചെയ്യുന്നതല്ല, അവിടെ അവർ ഒരുമിച്ചുള്ളത് ഫെൽറ്റ് ചെയ്യണം ആ ക്യാരക്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഡിയൻസ് കാണുന്നവരും അത് ഫെൽറ്റ് ചെയ്യുള്ളൂ. ഇയാൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. അതെ. പിന്നെ ഇപ്പോൾ ഈ സിനിമയുടെ ചർച്ചകളിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കരമായ ശബ്ദങ്ങളുടെ ഒരു ലോകത്താണ് ഇപ്പം ജീവിക്കുന്നത്. ഇപ്പം പുതിയ സിനിമകൾ, കൊമേഴ്സ്യൽ സിനിമകളായാലും അല്ലാത്ത സിനിമകളായാലും കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭയങ്കര ചിലപ്പോൾ നമുക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് വരെ തോന്നുന്ന, ആലോചിക്കുന്ന വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ട്. ഇത് ഒന്നാമത് ഡയലോഗില്ല, രണ്ട് ഭയങ്കര സ്ലോ പേസിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ഒരു ഇങ്ങനെ പെട്ടെന്ന് കയറുന്ന സംഗതികളൊന്നുമില്ല, അവസാനം വരെ സ്ലോ പേസാണ്. അത് ചർച്ച ചെയ്തപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് കാണുന്ന സിനിമ എന്ന് പറഞ്ഞാൽ രംഗമാറ് ദൈവമുണ്ടെന്നുള്ളതാണ്. അപ്പം ആ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4.55 മില്യൺ വ്യൂ കിട്ടിയ കളി എന്നുള്ള ഷോർട്ട് ഫിലിം ഇറങ്ങിയ ഒരു ചാനലാണ്. അതിനുശേഷം ഈ സിനിമ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ട, ആ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും ഇത് പ്രസൻറ്റ് ആവുന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്ന ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് വേണ്ടി എന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്. അത് ഭംഗിയായിട്ട് ചെയ്യുക. ബാക്കി ഔട്ടിനെ കുറിച്ച് ഞാൻ കൺസേണേ അല്ലായിരുന്നു, എനിക്കറിയായിരുന്നു അതെങ്ങനെയാവും എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് വ്യക്തമായ പിക്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓഡിയൻസ് കണ്ടിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ട് അവർ സംസാരിക്കുമല്ലോ, അപ്പോൾ ഇത് അങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ കമൻറ്റ് പോലും ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായില്ല? ഇല്ല, അതെ. നമ്മൾ പൂർണ്ണമായ ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് കണക്ട് ആവുക എന്നുള്ളതാണ്. ഈ സിനിമ ഭാഷയെ ഓവർകം ചെയ്തു പോകുന്നുണ്ട്. ഭാഷ എന്ന് പറയുന്നത് ഒരു വിഷയമല്ല ഇതിനകത്ത്. സംഗീതം പോലെ അല്ലെങ്കിൽ മറ്റ് സംഗതികൾ പോലെ ഒരു ഭാഷയിൽ മാത്രം ഉറച്ചു നിൽക്കാതെ ലോകത്തിലെ ഏത് ഭാഷയിലുള്ള ആളിനും മനസ്സിലാകുന്ന ഒരു വിഷയം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം സത്യത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. എല്ലാവരും വിരൽത്തുമ്പിൽ ഈ ലോകം ഉള്ളപ്പോൾ തന്നെ വ്യക്തിപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുകയും അതിൻ്റെ കെയർ കുറയുകയും മനസ്സിലാകാഴിയെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇടയിൽ ചിലപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് വേറെ അഭിപ്രായം വരാം. എന്നാലും പക്ഷേ ഇവിടെ എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുവന്നത്? ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരാൾ തന്നെയാണ് ഇതിനകത്ത് സാക്രിഫൈസ് മൊത്തം. ഇപ്പോൾ വീട്ടുപണികൾ ചെയ്യുന്നതായാലും കെയർ ചെയ്യുന്നതായാലും ഓരോ കാര്യങ്ങൾ. ഇയാളുടെ ക്യാരക്ടറിനെ ഞാൻ നോക്കിയപ്പോൾ ഒരു അവിടെ കിടക്കുന്ന ഒരു മാറ്റ് ഇങ്ങനെ ഒന്ന് ചുളുങ്ങി കിടക്കുന്നുണ്ട്. ആ മാറ്റ് ചുളുങ്ങിയത് പോലും അയാൾ കാലുകൊണ്ട് നേരെയാക്കിയിട്ടാണ് അയാൾ നടന്നു പോകുന്നത്. പിന്നെ വന്ന് ഇരിക്കുമ്പോൾ അയാൾ ചെരുപ്പ് ഒരു സൈഡിൽ, ആ ചെരുപ്പ് വെക്കുന്നതൊക്കെ ഇങ്ങനെ വളരെ വെറുതെ അങ്ങോട്ട് ഊരിയിടുകയല്ല. അപ്പം ഈ ക്യാരക്ടർ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിലൂടെ. അയാൾ എനിക്ക് അവസാനം മനസ്സിലായി ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ആളാണെന്ന്. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. നമ്മുടെ ഒരു എന്താ പറയുക, കാഴ്ചയുടെ പരിമിതിയായിരിക്കും അത്. പക്ഷേ എന്താ വെച്ചാൽ ഇയാൾ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയേക്കാൾ അയാൾ കീൻ ഒബ്സർവേഷനാണ് അയാൾക്ക് എല്ലാത്തിലും. അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർക്ക് നമ്മളെക്കാട്ടിലും കഴിവുണ്ട്. അവർ ഇത്ര സ്റ്റെപ്പ് വെച്ചാൽ അവിടെ എത്തും. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ആ മേശയുടെ അവിടെ വരെ ചെല്ലാൻ എത്ര സ്റ്റെപ്പ് വെച്ചാൽ ചെല്ലും എന്നുള്ളത് അവർക്ക് കാൽക്കുലേഷനുണ്ട്. അവർ തട്ടി വീഴത്തില്ല, പക്ഷെ നമ്മൾ തട്ടി വീഴും. കാരണം അത്രയും പ്രിസിഷൻ അവർക്കുണ്ട്. അതേപോലെ തന്നെ ഈ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരാൾ പ്രകൃതിയെയും മനുഷ്യരെയും കാണുന്ന അവർ കണ്ണിലൂടെ ആയിരിക്കുമല്ലോ, ഭാവങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ഇയാൾ എന്നെ കെയർ ചെയ്യുന്നുണ്ടോ, ഇതൊന്നും അയാൾക്കില്ല. പക്ഷേ ക്യാരക്ടർ പക്കയായിട്ട് പോകുന്നുണ്ട്. ഇവരുടെ കെയർ ഇല്ലെങ്കിൽ പോലും അവരുടെ ശ്രദ്ധയില്ലെങ്കിൽ പോലും കഥാപാത്രം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഇതിന് പെട്ടെന്ന് ഞാൻ പഴയ കാലത്തേക്ക് പോയി. എൻ്റെ ഒക്കെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഒരു നമ്മളിപ്പോൾ ഇതിനെ ലിവിങ് ടുഗദർ എന്ന് വേണമെങ്കിൽ പറയാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് അങ്ങനെ പറയണമെന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ റോളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ പുതിയൊരു ജനറേഷൻ അത് വലിയ വിഷയമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം തൂത്തു തുടയ്ക്കുന്നു, തുണി കഴുകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, പിന്നെ അവർ കാപ്പി കഴിച്ചിട്ട് കപ്പ് അവിടെ വയ്ക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ വയ്ക്കുന്നുണ്ട്. ഇതൊന്നും ഇയാൾക്ക് ഇഷ്യൂ അല്ല, ഒരു ഈഗോ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ളതിൽ എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നി. അതായത് നമ്മൾ പറയുമല്ലോ, ഈഗോ ഉള്ളിടത്ത് സ്നേഹം മരിക്കുന്നു എന്ന് പറയും. അപ്പം ഈ സ്നേഹം അയാൾക്കുണ്ടെന്നുള്ളതൊരു മെയിൻ എക്സാമ്പിളാണ് ഇയാൾ ഈ പാത്രം എടുത്തുകൊണ്ട് പോകുന്നത്. അത് അയാളെ ബാധിക്കുന്നില്ല. നിനക്കെന്നാ ഈ പാത്രം ഒന്ന് എടുത്തൂടെ എന്നുള്ള ഒരു ഭാവം പോലും അയാളുടെ കണ്ണിൽ വരുന്നില്ല. അപ്പോൾ ആദ്യം റിലേഷനെ ഞാൻ സംശയിച്ചു, ഇത് ഇയാൾ സറണ്ടർ ചെയ്ത് ജീവിക്കാൻ ഇയാളെ ഇനിയും പണിക്ക് കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ഇയാൾ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ ഒന്നും തിരിച്ചു പറയാത്തത്, ഇനി ഇയാൾക്ക് വല്ല അഭയം കൊടുത്തതാണോ, അങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ. ഇയാൾ ഈ മുറിക്ക് പുറത്തിറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ആദ്യമേ അത് കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കുമ്പോൾ പ്രശ്നമില്ലായിരിക്കും. ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പുരസ്കാരങ്ങൾ, അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഞങ്ങൾ ആഫ്റ്റർ റിലീസ് പോസ്റ്റേഴ്സിലൊക്കെ 36 ലോറൽസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ സിനിമ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ന്യൂസ് വരുന്നു. അപ്പോൾ 50-ൽ പരം ഫെസ്റ്റിവൽസ് ആയിട്ട് അത് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ചെറിയ ഫെസ്റ്റിവൽസ് തന്നെയായിരുന്നു. ആ ഫെസ്റ്റിവൽസിൽ നിന്ന് 50-ൽ പരം എനിക്ക് തോന്നുന്നത് അത് പല കാറ്റഗറിയിലുണ്ട്. ഡയറക്ടർ, എഡിറ്റർ, ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അത് ഡയറക്ഷൻ, എഡിറ്റിംഗ്, അത് എഴുതിയിരിക്കുന്നത്, സിനിമാറ്റോഗ്രഫി, അതുപോലെ ഒരു ബേസിക് ഗ്രേഡിങ്, അതായത് ഫൈനൽ ഗ്രേഡിങ്, അതുവരെ ഒരാൾ തന്നെയാണ്. അപ്പോൾ അതിന് അതായത് സമീർ ബാബു, ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ അങ്ങനെ എടുക്കുന്ന ആ സമീർ ബാബു SP എന്ന് പറഞ്ഞ ചാനലാണ് ഞങ്ങൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകളാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്തെ ആളുകൾ അതിൻ്റെ ചുറ്റുപാടുകളും വെച്ച് അദ്ദേഹം സിനിമ എടുക്കുന്ന. പിന്നെ ആക്ടർ പോയിന്റ് ഓഫ് വ്യൂവിലും അവാർഡ്സ് കിട്ടുന്നു. പിന്നെ ആക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ കോമ്പറ്റീഷനിൽ ഏതിലാണ് കിട്ടിയത്? ഒരുപാട് ഫെസ്റ്റിവൽസ് കിട്ടിയിരുന്നു. അതായത് ഇന്ത്യൻ, ദുബായ്, ചിക്കാഗോ, പിന്നെ ഗ്ലോബൽ ഇൻഡിപെൻഡൻറ്റ് ഫെസ്റ്റിവൽ, കൊടൈക്കനാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ്, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസിൽ ആക്ടറിന് കിട്ടിയിരുന്നു. പിന്നെ സൈലന്റ് കാറ്റഗറി സ്പെഷ്യലി നമുക്ക് ഇത് അയക്കാൻ പറ്റുന്നുണ്ട്. കാരണം യാതൊരു രീതിയിലും ഒരു സൗണ്ടും, അതായത് നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്, ഒരു മേജർ പടങ്ങളുടെ ടീമിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇതിന് സൗണ്ട് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഫോണിൽ നമ്മൾ കാണുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ പല ഒപ്പീനിയൻസ് ഉണ്ടാവും. പിന്നെ BGM ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ശബ്ദമില്ലാത്തൊരു സിനിമ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ആ മീഡിയം, സൗണ്ട് എന്ന് പറഞ്ഞ BGM അല്ലെങ്കിൽ എഫക്ട്സ് എന്ന് പറഞ്ഞ മീഡിയത്തെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് ആ സിനിമ ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉള്ള അത് ഞങ്ങൾ ഫസ്റ്റ് പ്രിവ്യൂവിൽ അനുഭവിച്ചാണ്. ആ പ്രിവ്യൂ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ മാത്രം അത് കണ്ടത്. ഏകദേശം ഒരു 50, 60, 70 പേരൊന്നും ആദ്യം കണ്ട സിനിമ കണ്ടത്. അവരിൽ ചില വ്യക്തികൾ കണ്ടിന്യൂസ്ലി, അതായത് അവർ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി ഇത് കണ്ടിട്ട്. അത് അവരെല്ലാവരും എനിക്ക് വേണ്ടി കണ്ടു തുടങ്ങിയതാണ്. അതിൽ നിന്ന് ആ സിനിമ അവർ കാണുകയും സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ അവാർഡ്സും അതാണ് നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് ബാരിയേഴ്സിനൊക്കെ അതിജീവിച്ചത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് തന്നെ കൂടുതൽ ഇതിന് അവാർഡ്സ് കിട്ടിയിരിക്കും. കാരണം ഇതിന്റെ പശ്ചാത്തലം എവിടെയും പ്ലേസ് ചെയ്യപ്പെടാം. മാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ BGM ഇല്ലാത്തതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല. നമ്മളൊരു ആക്ടിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും പ്രേക്ഷകർ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ സങ്കടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫ്ലൂട്ട് ഒരു മ്യൂസിക് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ മ്യൂസിക്കിനൊപ്പമാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഈ ആക്ടറിൻ്റെ കുറവുകളെ പരിഹരിക്കാൻ, അത് ഞാനും ആക്ടിങ്ങിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് എനിക്കങ്ങനെ അതിന് കുറവുകളെ പരിഹരിക്കാൻ സാധിക്കും മ്യൂസിക്കിന്. പക്ഷേ ഇതൊരു ചലഞ്ചാണ്, ഇതൊരു വെല്ലുവിളിയാണ്. ഈ ഒരു മ്യൂസിക്കിൻ്റെയും സപ്പോർട്ടില്ല. അപ്പോൾ ഇയാളുടെ ഇമോഷൻസിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പിന്നീട് മറന്നുപോകും ഇതിന് മ്യൂസിക് വേണം എന്നൊന്നും അന്നേരം തോന്നിയില്ല. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്നതെല്ലാം ഹെവി മ്യൂസിക്കും അങ്ങനെയൊക്കെ സംഗതികൾ ഉള്ളത് കൊണ്ടും ഇമോഷൻ സ്ഥലത്തെല്ലാം എന്തെങ്കിലും ഒരു പീസ്, ഒരു ഫ്ലൂട്ടെങ്കിലും ഇടും. അപ്പോൾ അതിനെ ഇത് കവറപ്പ് ചെയ്തു പോകും. അപ്പോൾ കുറേ കൂടെ ഉള്ളിലേക്ക് ചിന്തിക്കാൻ, അതായത് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എൻജോയ്മെൻറ്റിനേക്കാൾ ഉപരി ഈ ആക്ടറിലൂടെ നമ്മൾ എംപത്തറ്റിക്കലി നിൽക്കുക എന്ന് പറയുമല്ലോ. ഈ ആക്ടറുടെ സ്പേസിലേക്ക് ഒരു പ്രേക്ഷകന് കയറാൻ പറ്റുമോ? അന്നേരം ആക്ടർ നിൽക്കുന്ന സ്പേസിലേക്ക് പ്രേക്ഷകൻ കയറി നിന്ന് ചിന്തിക്കുകയാണോ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് ഈ മ്യൂസിക് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്.
മ്യൂസിക് ഒരു കുറവാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് മ്യൂസിക് എടുക്കാൻ ഞാനിത് കൊള്ളാമല്ലോ സംഭവം, ഇങ്ങനെ സംഗതികൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കോൺഫിഡൻസ് തന്നെയാണ്. അത് അക്ഷയ് സണ്ണി എന്ന് പറഞ്ഞ ഒരു പുതിയ ആക്ടറെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കിൻ്റെയും കൂടി സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, ഭാഷയുടെയും കൂടെ ഇതില്ലാതെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. അതെ, അതില് ഇപ്പം സിനിമ കണ്ട പ്രേക്ഷകരുടെ കുറച്ച് റിവ്യൂസ് ആണ് മെയിൻലി പറയാനുള്ളത്. മാം പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിക്കാം. അതായത് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ BGM ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ അങ്ങനെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു മനസ്സിൽ സൗണ്ട് കണ്ടവരുണ്ട്. വയലിൻ ഓക്കെ, ഇവിടെ ഈ പോർഷൻ വയലിൻ വന്ന രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ഓക്കെ, അപ്പം സൗണ്ട് വേണ്ട, സൗണ്ട് ഇല്ലാതെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ആ ക്യാരക്ടറിലോട്ട് കണക്ഷൻ വന്നത് സിനിമയുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി, അതായത് ഈ ആർട്ട് ഫോം കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റാണ് ഈ ആക്ടറിലോട്ടും വരുന്നത്. കാരണം ഇത് ഈ സിനിമ സംസാരിക്കുന്നത് ആക്ടർ പോയിന്റ് ഓഫ് വ്യൂലാണ്, കണക്റ്റഡ് ആയത് ആക്ടറിനോട് കണക്റ്റായി. ഓക്കെ, അപ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു, അതായത് ഇത് കാണാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇന്നത്തെ ഈ സൗണ്ട് BGM ഇല്ലാത്തൊരു സിനിമ കാണാൻ 10 മിനിറ്റിൽ കൂടുതൽ അവർക്ക് ഓക്കെ ആയിരിക്കില്ല, ആർക്കും അങ്ങനെ ഓക്കെ ആണെന്നില്ല. പക്ഷെ അതിൽ കുറച്ചൊന്ന് കണ്ടുവരുമ്പോൾ തോറും ആ ക്യാരക്ടറിലൊരു കണക്ഷൻ വരുന്നത്, ഇത് റിവ്യൂ പറഞ്ഞവരെല്ലാവരും പറഞ്ഞതാണ്. എൻ്റെ പേഴ്സണലി ഒക്കെ ഞാൻ വിലയിരുത്തുന്നതല്ല. എന്തുകൊണ്ട് ഇത്രയും പേർക്ക് ഇത് കണ്ട ഒരാൾ പോലും, അതായത് ഓക്കെ അവർക്ക് അത് കാണാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാതെ സിനിമ മുഴുവനായി ക്ഷമയോടെ കണ്ടവർ ആ ക്യാരക്ടറിന്റെ ഇമോഷനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇപ്പൊ സൗണ്ട് എന്ന ഫാക്ടർ വരുന്നില്ല, ഒരു പ്രശ്നമായി വരുന്നില്ല. അല്ല, നമ്മൾ റിയൽ ലൈഫിലേ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ സംസാരിക്കാൻ മ്യൂസിക് ഇല്ലല്ലോ. നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കുക, നമ്മുടെ അച്ഛനമ്മയോട് സംസാരിക്കുക, ആ ഇമോഷൻസിന് നമുക്ക് മ്യൂസിക് ഇല്ല. മ്യൂസിക് ഇല്ലാതെ നമുക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഇമോഷൻ അനുസരിച്ച് പെരുമാറാനും, അവർക്ക് സങ്കടമാണോ, അവർക്ക് ഇഷ്ടമായോ, അവർക്ക് വിഷമമായോ, അവർ സ്വാർത്ഥതയുണ്ടോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അവർക്ക് ദേഷ്യം വന്നോ, ഇതെല്ലാം നമ്മളല്ലാതെയല്ലേ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു ആർട്ട് ഫോം ആകുമ്പോൾ അതിൻ്റെ രസത്തിന് വേണ്ടി മ്യൂസിക് ചേർക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ചലഞ്ച് തന്നെയാണ്. ഡയറക്ടറെ സംബന്ധിച്ചും ആക്ടറെ സംബന്ധിച്ചും ഇതൊരു വിജയമാണ്. അല്ലാതെ നിങ്ങൾക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് റിയൽ ലൈഫിലെ. ഞങ്ങൾ ഇപ്പം പറഞ്ഞ അദ്ദേഹം സമീർ ബാബു എന്ന ഡയറക്ടർ ഫോളോ ചെയ്യുന്ന അതായത് പ്രിൻസിപ്പൾസിൻ്റെ എല്ലാത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഈ സിനിമ. അപ്പോൾ അതിലേക്ക് ആക്ടർ എന്നുള്ള ടൂളായിട്ട് ഞാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞ പോലെ സൗണ്ട് എന്ന ഫാക്ടർ ഞങ്ങൾ ഇല്ല എന്നത് ഞങ്ങളുടെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് വന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയായിരുന്നു ഒരു പക്ഷേ. അപ്പോൾ അവിടെ നിന്ന് ക്യാരക്ടറിൻ്റെ ഡിസൈൻ സൗണ്ട് എന്ന ഫാക്ടറിനെ മാറ്റുമ്പോഴും ഇന്ന സിനിമ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ സമീർ ബാബു SP എന്ന ചാനലിൽ അത് അവൈലബിൾ ആണ്, ആർക്കും അത് കാണാൻ നിങ്ങളുടെ ഒരു വിലപ്പെട്ട 1 മണിക്കൂർ 10 മിനിറ്റാണ് ചോദിക്കുന്നതെന്ന് വ്യക്തമായ തിരിച്ചറിവ് എനിക്കുണ്ട്. അത് എത്രത്തോളം അത് ഗുണകരമാകും അല്ലെങ്കിൽ ഇത് കാണണോ എന്നൊക്കെ ആലോചിച്ച് കാണാതെ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ ഇങ്ങനെ എക്സ്പെരിമെൻ്റൽ സിനിമകൾ, നല്ല സിനിമകൾ എന്ന് ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുമല്ലോ ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ്, ഓക്കെ ഇതിന് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ആ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും ഡയറക്ഷനും എല്ലാം അദ്ദേഹം തന്നെയാണ്, എഡിറ്റിങ്ങും എല്ലാം അദ്ദേഹം തന്നെയാണ്. അതും ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള. അതെ, അപ്പോൾ സിനിമ അതായത് ഒരുപാട് ടീമിന്റെ ആവശ്യം വരുന്നില്ല. ഇത് ശരിക്കും ഞങ്ങൾ 4 പേരാണ്, അതായത് ആക്ടറായ അക്ഷയ് സണ്ണി, കൊറിയോഗ്രാഫി അതെ ആക്ടറായ അക്ഷയ് സണ്ണി, പിന്നെ പേരായി വരുന്ന മാനിത മാത്യു, പിന്നെ ഡയറക്ഷൻ എഴുതിയതും പിന്നെ ക്യാമറ എഡിറ്റിംഗ് ഗ്രേഡിങ് എല്ലാം സമീർ ബാബു തന്നെ. അപ്പോൾ ആ 3. പിന്നെ ഞങ്ങളിനകത്ത് ഡാൻസ് കൊറിയോഗ്രാഫി വരുന്നുണ്ട്. അത് ചെന്നൈ കലാക്ഷേത്രയിൽ പഠിച്ച ഗോപിക ബസന്ത് എന്ന പേഴ്സണാണ്. അതെ ഈ അപ്പുറയുള്ള പാർട്ട്ണറിന് ആക്ച്വലി ലൈഫ് മുഴുവൻ ഡാൻസ് ആണ്. അപ്പോൾ ആൾക്ക് പേഴ്സണൽ ട്രെയിനിങ് അതായിരുന്നു ഡാൻസിൻ്റെ. കാരണം ആൾക്ക് ഡാൻസ് ആയിട്ട് ഒരു ഒട്ടും ഫെമിലർ അല്ലായിരുന്നു. എനിക്ക് പിന്നെ ഡാൻസിൻ്റെ ഒരു തിയേറ്റർ ഞാൻ ട്രെയിൻഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ 2 കഥാപാത്രങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറൊരു രസകരമായ സംഗതി ഉള്ളതെന്ന് വെച്ചാൽ ഡെഫ് ആൻഡ് ഡംബ് ആളുകൾക്ക് കമ്മ്യൂണിക്കേഷന് സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഇപ്പം വർത്താനം പറയാൻ പറ്റാത്ത ആളുകളോട് നമ്മൾ സംസാരിക്കുമല്ലോ, നമ്മളും അതുപോലെ മിണ്ടാതെ പോയി ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ സൗണ്ട് ഇല്ലാതെ. അതവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻസേഴ്സ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡാൻസേഴ്സ് ഈ തമ്മിൽ സംസാരിക്കുമ്പോൾ ഡാൻസേഴ്സിൻ്റെ മുദ്രകളൊക്കെ വെച്ചിട്ട് അവർ സംസാരിക്കും. മുദ്രകൾ വെച്ച് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈവൻ ഒരു പ്രണയത്തിൽ പോലും ഞാനത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് മുദ്രകൾ കൊണ്ട്
നീ അടി കിട്ടും കേട്ടോ നിനക്ക്, അല്ലെങ്കിൽ നിന്നെ കാത്തിരുന്ന് ഞാൻ മടുത്തു, അല്ലെ ഐ മിസ് യു, ഇതെല്ലാം ഇവർ ഈ ഡാൻസിൻ്റെ മുദ്രകളിൽ കൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു രസകരമായിട്ട് തോന്നി, അയാളുടെ ഭാഷയും ഇതും കൂടെ ചേർത്തിട്ട്. ഓക്കെ, പിന്നെ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഇനിയും ഇത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അപ്കമിങ് പ്രോജക്ട്സ് വേറെ എന്തെങ്കിലും? നമ്മൾ ഇൻഡിപെൻഡൻസ്, ഞങ്ങളുടെ തന്നെ അടുത്ത ഇൻഡിപെൻഡൻസ് സിനിമ ഞങ്ങൾ ഫെബ്രുവരി 1 ഷെഡ്യൂൾ തുടങ്ങുന്നു. അതല്ലാതെ കൊമേഴ്ഷ്യലായിട്ട് വരുന്ന തിയേറ്റർ സിനിമകളും രണ്ട് സിനോപ്സിസ് കേൾക്കുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചതുണ്ട്. അപ്പം അതെല്ലാം ഈ വർഷം എൻ്റെ ഒരു ഭയങ്കര അക്ഷയ് സണ്ണി എന്ന ആക്ടറിൻ്റെ ഭയങ്കര ക്രൂഷ്യൽ ഇയർ ആയിട്ട് തോന്നുന്നു. കൊമേഴ്ഷ്യൽ സബ്ജക്റ്റുകൾ വരുന്നു, ഇൻഡിപെൻഡൻസ് സിനിമകൾ വരുന്നു. അപ്പോൾ അത് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര ഹോപ്പ്ഫുള്ളി. അക്ഷയ് സണ്ണി എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടല്ലോ, അക്ഷയ് സണ്ണി എന്ന് പറയുന്ന ആക്ടർ ഈ കഥാപാത്രത്തിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ, ഈ കഥാപാത്രത്തിലൂടെ ഒരു പക്ഷേ ഇത് ഷൂട്ട് ചെയ്ത് കഴിയുന്നവരെ അതിൻ്റെ മുൻപ് ഉള്ള ഒരു യാത്ര, എത്രത്തോളം ഈ അക്ഷയ് സണ്ണിയും പിന്നെ ഈ കഥാപാത്രവുമായിട്ട് സാമ്യമുണ്ട് അല്ലെങ്കിൽ സാമ്യമില്ല, അതിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചലഞ്ചസ്, അത് ഗുണമായിട്ട് തോന്നിയത്, ഇപ്പം കുക്കിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഫസ്റ്റ് തന്നെ കുക്കിങ്ങിനെ കുറിച്ച് പറയാമല്ലോ. കുക്കിംഗ് ഒട്ടും എന്താ എക്സ്പീരിയൻസ് ഇല്ലാത്ത, അത് പറഞ്ഞാൽ താല്പര്യമുണ്ട്, എന്നാൽ അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഞാൻ ചെന്ന് കുക്കിങ്ങിൻ്റെ ഞങ്ങളുടെ ഇനീഷ്യൽ ഫേസ് കുക്കിംഗ് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ തന്നെയാണ് അവിടെ കുക്ക് ചെയ്ത്, പിന്നീട് ഞാൻ തന്നെയാണ് ആ സ്പേസിൽ എല്ലാവർക്കും ഡെലിവറി ചെയ്യുന്നത്. ഈവൻ ആ ഫുഡ് ഡെലിവറി ചെയ്യുന്ന പ്രസൻറ്റ് ചെയ്യുന്ന രീതി പോലും സ്നേഹത്തിന് ടച്ച്. ഈ പടം മുഴുവൻ എൻറ്റയർലി ലവ്, സ്നേഹമാണ്. അപ്പം അങ്ങനെ കുക്കിംഗ് ഇങ്ങനെ കാര്യം അങ്ങനെ. പിന്നെ പറഞ്ഞല്ലോ ക്രാഫ്റ്റ്, പരിചയമില്ലാത്ത ക്രാഫ്റ്റ് ലേൺ ചെയ്യുന്നു. ഇപ്പോൾ സൈൻ ലാംഗ്വേജ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഡെഫ് ആൻഡ് മ്യൂട്ട് കമ്മ്യൂണിറ്റിയിലെ അവരുടെ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഓപ്പൺലി അവർ കമ്മ്യൂണിറ്റി ഡീൽ ചെയ്യുന്ന ആളുകളോട് അതായത് ട്യൂട്ടർ, എന്നെ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ച ട്യൂട്ടർ ശ്രീലക്ഷ്മി എന്നാണ് അവരുടെ, അവിടെ സംസാരിച്ചിരുന്നു. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡെഫ് ആൻഡ് മ്യൂട്ട് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ഉള്ള ഒരാളല്ല പൂർണ്ണമായും. പറഞ്ഞ പോലെ ഇത് എൻ്റയർ വേൾഡ് അപ്പുറം ഒരാൾക്ക് സമർപ്പിച്ച് നിന്ന് ആ ആളിലേക്ക് ലോകം ചുരുങ്ങി ആ ആളുടെ നീരസങ്ങൾ, ആ ആളുടെ സ്നേഹം മാത്രമായി ജീവിക്കുന്ന ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ അയാൾ ആ മുറിയുടെ പറഞ്ഞ ആ ലോക്കിലാണ് അദ്ദേഹം തിരിച്ചറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ലോക്ക് ആ വ്യക്തിയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ സ്പേസിൻ്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് ആ സ്പേസ് തന്നെയാണ് ഓരോ ഇമോഷൻ ആ ക്യാരക്ടറിന് തന്നിട്ടുള്ളത്. ഇപ്പോൾ റിമെമ്പറൻസ് ഓഫ് ഫാൾക്കൺ ഡേയ്സിൽ നിങ്ങൾ കാണുന്ന ഇമോഷൻ ഒന്നും ആക്ച്വലി എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞ പോലെ വൃത്തിയുടെ കാര്യം പറഞ്ഞു. അതായത് ഞാൻ അങ്ങനെ ബോധേടൊന്നും അല്ല. അതായത് ഒരാൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ വളരെ വൃത്തിയുള്ള സിനിമ എന്ന് പറഞ്ഞു. ഓരോ കോർണറിലും ഒരു ടച്ച് ചെയ്തിട്ടുള്ള, അത് ലിറ്ററലി ടച്ച് ചെയ്തിട്ടുണ്ട്, ആ സ്പേസ് ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സ്പേസ് എൻ്റേതായി മാറിയതാണ്, ആ സെറ്റ് എൻ്റേതായി മാറിയത് അങ്ങനെയാണ്. അങ്ങനെ എഫേർട്ട് ഇട്ട് ആക്ച്വലി അത് കളക്റ്റീവായിട്ടുള്ള തീരുമാനം, ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് തന്നെയാണ് ഓക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ത്രൂ ഔട്ട് ആ ക്യാരക്ടർ. ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഇതിപ്പോൾ തുണി കഴുകുന്നു, ഇപ്പം മോസ്റ്റ്ലി ഇപ്പോഴെല്ലാവരും വാഷിംഗ് മെഷീനിൽ തുണി ഇടുക, എന്നിട്ട് പൗഡർ ഇട്ടു അല്ലെങ്കിൽ ലിക്വിഡ് ഒഴിച്ച് കഴുകുകയാണ്. ഇത് അക്ഷയ അതിനകത്ത് തുണി മുക്കി പൗഡറൊക്കെ ഇട്ട് തുണി മുക്കി വെച്ച് പിന്നെ അലക്കുന്ന കാണിക്കുന്നില്ലെങ്കിലും പിന്നെ അത് അതിൻ്റെ ഫിനിഷിങ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അക്ഷയ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതല്ല, നമ്മുടെ തുണിയൊക്കെ അലക്കും, പക്ഷെ ഇത്രത്തോളം ഇത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ഈ ആള് ചെയ്യുന്നത് മുഴുവൻ അപ്പുറത്തെ പാർട്ട്ണറിന് വേണ്ടിയാണ്. അതാണ് അയാളുടെ അതിൽ ബ്യൂട്ടിയാണ്. അയാൾ ചെയ്യുന്ന മുഴുവൻ, അയാൾ കഴുകുന്ന വസ്ത്രം കൂടുതൽ ശ്രദ്ധയോടെ കഴുകുന്ന അപ്പുറത്തെ ആളുടെ. ഇദ്ദേഹം മാറിക്കഴിഞ്ഞുള്ള ഒരു വേൾഡ് കാണുന്നത്, ഇതൊന്നും ചെയ്യാത്ത പേഴ്സണെ കാണുന്നത്. അത് തന്നെ അതിന്റെ ഉത്തരം. ഈ പ്രിപ്പറേഷൻ, ക്യാരക്ടറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണായിട്ടുള്ള കണക്ഷൻ മാത്രമാണ്. ഈ കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റും. ഇത് വേണ്ടി തിരിച്ച് ഈ ക്യാരക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഇനി സിനിമ കാണാനുള്ളവരുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ എൻറ്റയർലി ഒരു ലോകം ഒരാളിലേക്ക് ചുരുങ്ങി ആ ആളുടെ റെസ്പോൺസ് അനുസരിച്ച്, ആ ആൾ ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡ് അനുസരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ, സംസാരിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ, ആ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന വെള്ളത്തിന്റെ കുപ്പി കൊണ്ടുവയ്ക്കുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ അവര് കുപ്പി എടുത്തങ്ങ് പോവുക ചെയ്യും. അവരൊരിക്കലും ആ കുപ്പി അവിടെ കിട്ടിയതിന്റെ സന്തോഷം ഒന്നും കാണിക്കുന്നില്ല. ഇത് എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ നമ്മളൊരു ഹെൽപ്പ് ചെയ്തിട്ട് തിരിച്ചറിയപ്പെടാതെ അത് ഉണ്ടാകാം. പക്ഷെ ആ സ്പേസിൽ, അതായത് ഇതൊന്നും സംസാരിക്കാനോ ഒന്നും
ഒരു രീതിയിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തി ഇത് ഫീൽ ചെയ്യുമ്പോൾ സ്റ്റിൽ ആ വ്യക്തി അയാൾക്ക് വേണ്ടി അതൊരു ബുദ്ധിമുട്ടായിട്ടല്ല ചെയ്യുന്നത്. അയാളുടെ റുട്ടീനാണ് ആ പേഴ്സണെ ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ആയിരുന്നു അല്ലേ? ഇതിന്റെ ഷൂട്ടിന്റെ പ്രോസസ്സിലല്ല, ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ആയിരുന്നു ഇത്. പഴയ പിന്നെ നാടക ആചാര്യന്മാരുടെ ഒരു രീതിയാണ്. ഇപ്പൊ വിശന്നിട്ടുള്ള കരച്ചില എന്ന് വിചാരിച്ചു. അപ്പം പഴയ വലിയ വലിയ നാടകാചാര്യന്മാർ, ആക്ടേഴ്സ് തിയേറ്ററിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പട്ടിണിക്കിടും. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും താ എന്ന് പറയുന്നത് പട്ടിണി കിടന്നിട്ടാണ് പറയേണ്ടതെങ്കിൽ അവനെ പട്ടിണി കിട്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പം അതിന് ഒറിജിനാലിറ്റി വരുമെന്നും പറഞ്ഞു. ഇവിടെ ഇതിലും അത് അങ്ങനെ കൃത്യമായിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറത്തിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഷൂട്ട് ഒരു 3-4-5 ദിവസമേ ശരിക്കും കോർ ഷൂട്ട് ഇടണം. പിന്നെ പ്രിപ്പറേഷൻ 1 month, അങ്ങനെ ടോട്ടൽ ഒരു 1 month ഉള്ളൂ. പക്ഷെ എനിക്ക് മാസങ്ങൾ എടുത്തതുപോലെ വർഷങ്ങൾ എടുത്തതുപോലെ തോന്നുന്നു. അതിന്റെ റീസൺ അതാണ്. അത്രത്തോളം ആ ഒരു അത്രത്തോളം ദിവസത്തിൽ നീളമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നർ തോട്ടിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പോകുന്നത്. അവിടെ ഉള്ളിലുള്ള പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ആ ദിവസം നീളം തീരില്ല. ആ നീളം തീർന്ന അപ്പുറത്തെ പാർട്ണർ അടുത്ത് വന്നിരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെയുള്ള ഓരോ മൊമെന്റും അത് പ്രശ്നമാണ്. അക്ഷയന് അങ്ങനെ ചെയ്യാൻ ഇനി ആഗ്രഹമുള്ള കഥാപാത്രങ്ങളെ എങ്ങനെയുള്ള കഥാപാത്രം ഇഷ്ടം? വളരെ പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണോ, അതോ കുറച്ചും കൂടി നമ്മൾ ഈ പറഞ്ഞ സോഷ്യലൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്? ഇപ്പോഴും ഇതൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ആണെന്ന് പറഞ്ഞുള്ളൂ. എപ്പോഴും ലേണിംഗ് ഫാക്ടർ എല്ലായിടത്തും ഉണ്ടല്ലോ. എപ്പോഴും നമ്മൾ ലേൺ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഞങ്ങളുടെ തന്നെ വർക്ക് വരുന്നത് സംസാരം മാത്രമുള്ള സിനിമയാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം. അപ്പോൾ ഇനി വരുന്ന ആക്ടർ അക്സൈസറിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് എന്തൊക്കെ എക്സ്പീരിയൻസ് അതെല്ലാം സീക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അത് തന്നെയാണ് എന്തുകൊണ്ട് ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഈ ഇൻഡിപെൻഡൻസ് സിനിമ ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രോജക്ട്സ് ഇനിയും വരട്ടെ. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നിങ്ങളും റിമെമ്പറിംഗ് സ്നോഫാളിൻ ഡേയ്സ് എന്ന സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നിശബ്ദ ചിത്രം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റൽ ജോണറിലുള്ള ഇങ്ങനെ ഒരു സിനിമ 2 പേർ മാത്രം ഷെയർ ചെയ്യുന്ന സ്പേസിൽ വരുന്ന ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ താല്പര്യമുള്ളവർക്ക് കാണാം. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിലും പറയാം. പിന്നെ ഞങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഈ സ്പേസും തന്ന സിനിമാ ഭ്രാന്തിനോടുള്ള നന്ദി ഞങ്ങളിപ്പോൾ പറയുന്നു. ഇതേപോലുള്ള ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. ഇൻഡിപെൻഡൻസ് സിനിമയോട് ഇഷ്ടമുള്ള, അതുകൊണ്ട് ഇവരുടെ പേര് തന്നെ ഉണ്ടല്ലോ സിനിമാ ഭ്രാന്ത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് സിനിമകൾ സംസാരിക്കുന്നത്. കുറച്ച് ഭ്രാന്തുള്ള സിനിമ പ്രേമികളൊക്കെയാണ് ഞങ്ങളും. അപ്പോൾ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.